അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ബഹുമാനിച്ചുകൊണ്ട് അവിടുത്തെ ഒരു കൂട്ടുകാരൻ യഹ്യ ഖാലിദ് എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ ബഹുമാനപ്പെട്ടവരെ ബഹുമാനിച്ചുകൊണ്ട് ഗൗരവിച്ചുകൊണ്ട് എല്ലാ മാസം 1000 ദിർഹം ബഹുമാനപ്പെട്ടവർക്ക് നൽകുമായിരുന്നു. അതായത് ആലിമീങ്ങളെ സ്നേഹിക്കുക, മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുക, ദീനിൻ്റെ ഖാദിമീങ്ങളെ സ്നേഹിക്കുക എന്നൊരു വിഷയം പലപ്പോഴും നല്ല മുഅ്മിനീങ്ങളെ ഖൽബിൽ അങ്ങനൊരു ചിന്ത ഉണ്ടാകും. ഇവർ ദീനിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്, ദീനി പ്രചരിപ്പിക്കുന്നവരാണ്, നമ്മൾക്ക് ഏതായാലും ഇൽമു പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇവരെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, ഇവരെ ബഹുമാനിച്ചതിൻ്റെ പേരിൽ, ഇവർക്ക് സഹിച്ചതിൻ്റെ പേരിൽ എനിക്ക് അള്ളാഹു പൊരുത്തം നൽകും, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് അങ്ങനെ ആലിമീങ്ങളെ സ്നേഹിക്കുന്ന, മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്ന, ദീനി പ്രവർത്തനങ്ങളെ സ്നേഹിക്കുന്ന എത്രയോ നല്ല മനുഷ്യന്മാർ ഇവിടെയുണ്ട്. ആ കൂട്ടത്തിൽ അങ്ങനൊരു സ്വഭാവമാണ് ഈ യഹ്യ ഖാലിദ് എന്ന് പറയപ്പെടുന്ന ആള് ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനിക്ക് അദ്ദേഹം എല്ലാ മാസം 1000 ദിർഹം ബഹുമാനപ്പെട്ടവർക്ക് നൽകുകയാണ്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അള്ളാഹുവിൻ്റെ ആലിമീങ്ങളിലെ ആരിഫീങ്ങളിലെ വലിയ ഉന്നതിയിൽ ഉള്ളവരാണല്ലോ. അപ്പോൾ ഏതായാലും ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനിക്ക് നൽകിയ ആ പണം അത് വലിയ ബർക്കത്തുള്ളതായി തീരും എന്നതിലും സംശയമില്ല. കാരണം അത്രമാത്രം ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത ആളാണല്ലോ. അപ്പം അങ്ങനെ കരുതിയിട്ട് ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനിക്ക് ഇദ്ദേഹം ഇങ്ങനെ പണം കൊടുക്കുമായിരുന്നു. ആ പണം ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനിക്ക് വലിയ ഉപകാരമായിരുന്നു. കാരണം ദുനിയാവിൽ ജീവിക്കുമ്പോൾ ദുനിയാവിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പം തൻ്റെ ആവശ്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് താനൊന്നും വേറൊന്നും ചിന്തിക്കാതെ ദീനിൻ്റെ കാര്യങ്ങളും മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ ഒരു അധ്വാനമില്ലാതെ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾ തീർക്കാൻ വേണ്ടി ഇങ്ങനൊരു പണം തൻ്റെ കൂട്ടുകാരൻ നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനിക്ക് വല്ലാത്ത ഉപകാരമായിരുന്നു, വല്ലാത്ത സന്തോഷമായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് തൻ്റെ കൂട്ടുകാരന് വേണ്ടി ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുമായിരുന്നു. അള്ളാഹുവേ, എൻ്റെ ദുനിയാവിൻ്റെ കാര്യം മതിയാക്കിയ, എൻ്റെ ദുനിയാവിൻ്റെ കാര്യം നോക്കിയ എൻ്റെ ഈ കൂട്ടുകാരനെ ആഖിറത്തിൻ്റെ കാര്യം നീ നോക്കണേ അല്ലാ എന്ന് ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു തൻ്റെ ദുആയിൽ വളരെ പ്രധാനപ്പെട്ട് അദ്ദേഹത്തിന് കൂട്ടുമായിരുന്നു, അദ്ദേഹത്തിനു വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. പ്രധാനപ്പെട്ട ദുആകളിലെല്ലാം ആ കൂട്ടുകാരനെ ഉൾപ്പെടുത്തുമായിരുന്നു. റബ്ബേ, എനിക്ക് വലിയൊരു ഉപകാരമാണ്, അതേ ഞാൻ ദീനിൻ്റെ കാര്യമായി ഖിദ്മാത്തുകൾ ചെയ്യുമ്പോൾ എൻ്റെ ദുനിയാവിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇദ്ദേഹം എന്നെ സഹായിച്ചിട്ടുണ്ട്, എനിക്ക് ദുനിയാവ് ഇദ്ദേഹത്തിനെ കൊണ്ട് മതിയായിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഖിറം നീ മതിയാക്കണേ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരെന്നും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇതിൻ്റെ പ്രതിഫലം എന്താ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആ കൂട്ടുകാരൻ ഒരു ദിവസം മരണപ്പെട്ടു പോവുകയാണ്. മരണപ്പെട്ടതിൻ്റെ ശേഷം അവിടുത്തെ കുടുംബങ്ങളിൽ ആരോ ഒരാളത്തിന് സ്വപ്നം കാണുകയാണ്. അദ്ദേഹം ആ കൂട്ടുകാരനോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, നിങ്ങൾ അള്ളാഹു എന്തു ചെയ്തു, നിങ്ങൾ രക്ഷപ്പെട്ടോ, വിജയിച്ചോ? അദ്ദേഹം വലിയ ഇബാദത്തുകാരനൊന്നുമല്ല, അത്യാവശ്യം അള്ളാഹുവിനെ സ്നേഹിച്ച് സാധാരണ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും ആഖിറത്തിൻ്റെ ജീവിതം? അങ്ങനെ ഇദ്ദേഹം ആ മനുഷ്യനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഗഫറ ലി ബിദുആഇ സുഫിയാൻ, എൻ്റെ റബ്ബ് പൊരുത്തപ്പെട്ടു. കാരണം സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിൻ്റെ
ദുആ കാരണത്താൽ, അദ്ദേഹത്തിനിക്ക് സാഹിച്ച കാരണത്താലെന്ന് ആ കൂട്ടുകാരൻ പറയുകയാണ്. ഇതിൽ നിന്ന് ധാരാളം പാഠങ്ങൾ നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അതേ, ആലിമീങ്ങളെ സ്നേഹിക്കുക, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുക, ദീനിൻ്റെ ഖാദിമീങ്ങളെ സ്നേഹിക്കുക, ദീനീ പ്രവർത്തനങ്ങളെ സ്നേഹിക്കുക, അതിൽ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ, പരിഗണനകൾ അതിനു വേണ്ടി നൽകുക. തീർച്ചയായും അത് നഷ്ടപ്പെടുകയില്ല. അത് ആഖിറത്തിൽ നല്ല നിയത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ആഖിറത്തിൽ അത് വലിയ ഉപകാരത്തിന് വരും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.